ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. സ്വകാര്യ പങ്കാളിത്തത്തോടെ പെരിന്തൽമണ്ണ KSRTC ഡിപ്പോ നവീകരിക്കും. അടുത്ത 5 വർഷത്തേക്ക് ഡിപ്പോയുടെ നവീകരണ പ്രവൃത്തികൾ മൗലാന ഹോസ്പിറ്റൽ ഏറ്റെടുത്ത് നടത്തും. ഇത് സംബന്ധിച്ച ധാരണാപത്രം ഇരു സ്ഥാപനങ്ങളും ഒപ്പുവെച്ചു. നവീകരണ പ്രവൃത്തികളും ആരംഭിച്ചു. യാത്രക്കാർക്ക് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് KSRTC ഡിപ്പോകൾ ഇനി സ്വകാര്യ പങ്കാളിത്തത്തോടെ നവീകരിക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. ഈ പദ്ധതിയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ നവീകരിക്കുന്ന മലബാറിലെ ആദ്യ KSRTC ഡിപ്പോ ആയി പെരിന്തൽമണ്ണ ഡിപ്പോ മാറും. പ്രമുഖ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ മൗലാന ഹോസ്പിറ്റൽ ഗ്രൂപ്പ് പെരിന്തൽമണ്ണ ഡിപ്പോയുടെ നവീകരണ ചുമതല ഏറ്റെടുത്തു. 5 വർഷത്തേക്കാണ് KSRTC പെരിന്തൽമണ്ണ സബ് ഡിപ്പോ മൗലാന ഗ്രൂപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് മൗലാനയും KSRTCയും ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. ഇതിന്റെ ഭാഗമായി ഡിപ്പോയിലെ പ്രധാന കെട്ടിടത്തിൽ KSRTC പേരിനു മുന്നിൽ മൗലാന എന്ന നാമകരണം ചെയ്തു. ഡിപ്പോയിൽ 1ാം ഘട്ട നവീകരണം നടന്നുവരികയാണ്. നവീകരണ പ്രവർത്തികൾ വിലയിരുത്തുന്നതിന് മലപ്പുറം, പാലക്കാട് ജില്ലകളുടെ ചുമതലയുള്ള KSRTC മാർക്കറ്റിംഗ് ഡിവിഷൻ മാനേജർ റിജു ഡി, മൗലാന ഹോസ്പിറ്റൽ ചീഫ് ഓപ്പറേഷൻസ് മാനേജർ രാമദാസ് എന്നിവർ ഡിപ്പോ സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്തി. അടുത്ത മാസത്തോടെ ആദ്യഘട്ട നവീകരണ പ്രവർത്തികൾ പൂർത്തിയാകുമെന്ന് മാർക്കറ്റിംഗ് മാനേജർ റിജി പറഞ്ഞു. KSRTCയുടെ ഒരു പ്രോജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പോ ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞൊരു പുതിയ കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വന്നൊരു പ്രോജക്റ്റാണ്. കുറെ കാലങ്ങളായിട്ട് തന്നെ ഇങ്ങനെ ഒരു ആശയം ഉള്ളതാണ്. അതായത് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് KSRTCക്ക് എന്നും കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ കുറച്ചുകൂടി ഈ സ്വകാര്യ പങ്കാളിത്തം ഉൾപ്പെടുത്തിക്കൊണ്ട് അതെങ്ങനെ സ്വകാര്യവൽക്കരണം എന്ന വാക്കല്ല കേട്ടോ അതിനെ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ എന്താ പറയാ, നമ്മുടെ ഡിപ്പോയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ചില പദ്ധതികളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് പകരമായിട്ട് ആ ഡിപ്പോയുടെ മുകളിൽ അവർക്ക് നിശ്ചിത കാലാവധിയിലേക്കുള്ള ഒരു ബ്രാൻഡിങ് അനുവദിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. പ്രമുഖരായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊന്നും അങ്ങനെ ഒരു നല്ലൊരു പോസിറ്റീവ് റിപ്ലൈ വരാത്ത കാരണമാണ് ഞാൻ മൗലാനയായിട്ട് സമീപിക്കുന്നതും അവരത് വളരെ പോസിറ്റീവായിട്ട് അത് സ്വീകരിക്കുകയും വളരെ കുറഞ്ഞ സമയം കൊണ്ട്, എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ആ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഏറെ ഒരു കഷ്ടി ഒരു 2 ആഴ്ചക്കൊക്കെ തന്നെ ഞങ്ങൾക്ക് ഒരു എഗ്രിമെന്റ് സ്റ്റേജിലേക്ക്, അതായത് ഒരു പ്രൈമറി എഗ്രിമെന്റ് സ്റ്റേജിലേക്കും ഡിസ്കഷനിലേക്കും ഒക്കെ നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ബാക്കിയുള്ള സ്ഥാപനങ്ങൾ ഇതൊരു മാതൃകയാക്കി എടുത്ത് നമ്മുടെ മറ്റു യൂണിറ്റുകളിലേക്ക് ഒന്ന് വ്യാപിപ്പിച്ചാൽ വളരെ നല്ല കാര്യമാണെന്ന് നമ്മൾ കരുതുന്നു. അപ്പൊ ഇതിൽ തന്നെ ഞാൻ സാറോട് ഇന്നിപ്പോ ഞങ്ങളിപ്പോ സംസാരിക്കാൻ കാരണം ഇതിന്റെ ഒരു 2ാം ഘട്ട പരിപാടികൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ്. കാരണം ഇതിനകത്ത് ഒരുപാട് ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പൊ മനസ്സിലായി സാറുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ദിവസം യൂണിയന്റെ മീറ്റിംഗ് ഉണ്ട്, പ്രതിനിധികളുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് പറഞ്ഞ റിക്വയർമെന്റ്സ് കൂടെ ആഡ് ചെയ്തിട്ട് പരമാവധി നമുക്ക് അടുത്ത മാസം ഒരു ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോട് കൂടി ആദ്യ ഘട്ടം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. 25 ലക്ഷം രൂപയുടെ നവീകരണ പദ്ധതിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ വിവിധ പ്രവർത്തികൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ തുക കൂടുതൽ വകയിരുത്തേണ്ടി വരും. ബ്രാൻഡിംഗ് എന്നതിലുപരി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഏറ്റെടുത്ത പദ്ധതിയാണ് ഇതെന്ന് മൗലാന ഹോസ്പിറ്റൽ സീനിയർ ഓപ്പറേഷൻസ് മാനേജർ രാംദാസ് പറഞ്ഞു. തീർച്ചയായിട്ടും ഇത് വളരെ അഭിമാനിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം റിജു പറഞ്ഞ പോലെ ഇതൊരു ബ്രാൻഡിങ്ങിലുപരി ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മളൊരു എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ്, അവര് പറഞ്ഞ 15ഓളം വർക്കുകൾക്ക് ഏകദേശം ഒരു 12-13 ലക്ഷം രൂപയാണ് നമ്മളൊരു എസ്റ്റിമേറ്റ് കണക്കാക്കിയത്. എങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഓരോ വർക്കുകളും അവർ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്നൊരിക്കലും നമ്മൾ, പ്രത്യേകിച്ച് നമ്മുടെ MD റഷീദ് സാറ് നമുക്കൊക്കെ അറിയണ തന്നെയായിരിക്കും. കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അതിന്റെ ഏതറ്റം വരെയും അത്ര വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അതെന്തായാലും ഒരു 25 ലക്ഷത്തിന് അപ്പുറം പോവുകയുള്ളൂ ആ വർക്കുകളൊക്കെ തന്നെ. കാരണം നമുക്കറിയാം, ഒരു പഴയ കെട്ടിടം നമുക്കൊരു മോടി പിടിപ്പിക്കും അല്ലെങ്കിൽ അത് സർവീസിന് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെതായ ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് ജസ്റ്റ് ഒരു എസ്റ്റിമേഷൻ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. പക്ഷെ പണി എടുത്ത് വരുമ്പോഴാണ് അതിന്റെ എന്തൊക്കെ ന്യൂനതകൾ ഉണ്ട് എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും അത് ഏറ്റവും നല്ല ഭംഗിയായിട്ട രീതിയിൽ ഈ പെരിന്തൽമണ്ണക്കാർക്ക് മാത്രമല്ല, പെരിന്തൽമണ്ണയിലൂടെ വന്നു പോകുന്ന നിരവധി പാസഞ്ചേഴ്സ് ഉണ്ട്. അവരെല്ലാം അത് ആ ഒരു അതിന്റെ വർക്ക് കണ്ട് അഭിമാനിക്കുകയും ഇതുപോലുള്ള കേരളത്തിലെ മിക്ക സ്ഥലത്തും പല സ്ഥലത്തും വളരെ ശോചനീയമായ അവസ്ഥയിലുള്ള ഡിപ്പോകളുണ്ട്. അതെല്ലാം പലരും ഏറ്റെടുത്ത് അത് ഭംഗിയാക്കി കൊണ്ടുവരാനുള്ള പ്രചോദനം കൂടി ആവും എന്നാണ് കരുതുന്നത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആധുനിക ടോയ്ലറ്റുകൾ, വെയിറ്റിംഗ് റൂം, കാലപ്പഴക്കമുള്ള പ്രധാന കെട്ടിടത്തിലെ ചോർച്ച തടയുന്നതിന് ട്രസ് നിർമ്മാണം, പെയിന്റിംഗ് തുടങ്ങിയ പ്രവർത്തികൾ നടത്താനാണ് ധാരണ. നവീകരിക്കുന്നതോടെ യാത്രക്കാർക്ക് മെച്ചപ്പെട്ട സൗകര്യം ലഭിക്കുമെന്ന് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ സി നിഷിൽ പറഞ്ഞു. കാരണം നിലവിലെ യാത്രക്കാർക്ക് നല്ല വന്നിരിക്കാനും സ്ത്രീകൾ ഇത് ഈ റൂം ഉപയോഗിക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. റിജു നേരത്തെ പറഞ്ഞു, അത് ആദ്യം അവരെ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് വർക്ക് തുടങ്ങിയത്. അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ അതല്ല, അതിന് പുറമെ ഈ പുറകിലെ ബാത്റൂം ആയിരുന്നു ഒരു വലിയ വിഷയമായിരുന്നു. അത് ആ പണി എടുത്തപ്പോഴാണ് അതിന്റെ എത്രമാത്രം പണി വളരെ വിചാരിച്ചതിന് അധികം
വർക്ക് വന്നിട്ടുള്ളത്. പിന്നെ മുകളിൽ ഓഫീസ് റൂമാണ്. ഓഫീസ് റൂമുകളിൽ ഇപ്പൊ എന്താ വെച്ചാൽ വേനൽക്കാലം നല്ല ചൂടുള്ള സമയമാണ്. അത് ഇതിന്റെ ഭാഗമായിട്ടാണ് സീലിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആദ്യം ഇത് പ്രോപ്പറായിട്ട് ഇതാക്കിയിട്ട് ഒരു ഫസ്റ്റ് ഫേസ് തീർക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് മൗലാന പോലുള്ള സ്ഥാപനം KSRTC ഈ സാമ്പത്തിക രീതിക്കുള്ളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു പ്രൊജക്ടിന് തയ്യാറായതിന് സന്തോഷമുണ്ട്. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.